ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമ്യായുടെ പുസ്തകം 34-ാം അധ്യായം. സെദക്കിയായ്ക്ക് സന്ദേശം. ബാബിലോൺ രാജാവ് നബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും ഭൂമിയിൽ അവൻ്റെ ആധിപത്യത്തിൽ കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറുസലേമിലും അതിലെ നഗരങ്ങൾക്കുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ജെറുസലേമിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദാ രാജാവായ സെദക്കിയായോട് ചെന്ന് പറയുക, ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. അവനത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ രക്ഷപ്പെടുകയില്ല, പിടിക്കപ്പെടും. അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് ബാബിലോൺ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എങ്കിലും യൂദാ രാജാവായ സെദക്കിയ, നീ കർത്താവിൻ്റെ വചനം കേൾക്കുക. കർത്താവ് നിന്നെക്കുറിച്ച് അരുളിച്ചെയ്യുന്നു, നീ വാളിനിരയാവുകയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടിയും കത്തിക്കും. ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്ത് വിലപിക്കും. ഞാനാണ് ഇത് പറയുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജെറമ്യാ പ്രവാചകൻ ജെറുസലേമിൽ വച്ച് യൂദാ രാജാവായ സെദക്കിയായോട് ഇത് പറഞ്ഞു. അന്ന് ബാബിലോൺ രാജാവ് ജെറുസലേമിനും യൂദയായിൽ അവശേഷിച്ചിരുന്ന ലാഖിഷ്, അസേക്ക എന്നീ നഗരങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഇവ മാത്രമായിരുന്നു യൂദയായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ. തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രരാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ സെദക്കിയ രാജാവ് ജെറുസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു. ആരും തൻ്റെ യഹൂദ സഹോദരനെ അടിമയാക്കാതിരിക്കാനായിരുന്നു അത്. അതിനുശേഷം ജെറമ്യായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ഉടമ്പടിയിൽ ഒപ്പുവെച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസന്മാരെ അടിമകളായി വച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി. പിന്നീട് അവർ മനസ്സുമാറ്റി സ്വതന്ത്രരാക്കിയ ദാസന്മാരെ വീണ്ടും അടിമകളാക്കി. അപ്പോൾ കർത്താവ് ജെറമ്യായോട് അരുളിച്ചെയ്തു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. തന്നെത്താൻ വിറ്റ് നിനക്ക് അടിമയാവുകയും 6 വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ 7-ാം വർഷം സ്വതന്ത്രനായി വിട്ടയക്കണം. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്ക് കേൾക്കുകയോ എൻ്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല. അടുത്ത കാലത്ത് നിങ്ങൾ അനുതപിച്ച് സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വച്ച് നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്തു. അത് എനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സുമാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി. ആകയാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു, വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ബീഭത്സ വസ്തുവായി തീരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും. കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂദാ പ്രഭുക്കളെയും ജെറുസലേം നേതാക്കളെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും. യൂദാ രാജാവായ സെദക്കിയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിനെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും. യൂദയായിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും.